Hello everyone, welcome to G-Board CUT. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Boardന്റെ CUT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ മക്കളെ നമുക്ക് G-Boardന്റെ CUT സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. മാക്സിമം ഫ്രണ്ട്സിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏത് സ്ട്രീം ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ബ്രീഫ് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 1922 എസ്റ്റാബ്ലിഷ് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. NAC accredited chain A+ grade ആണ്. അറൌണ്ട് 90 കോളേജ് ആര് അണ്ടറിലുണ്ട്? DU അണ്ടറിലുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിൽ മോർ ദാൻ 90 കോളേജസ് ഉണ്ട്. അറൌണ്ട് 70,000 സീറ്റ്സ് കേട്ടോ. അതായത് UGക്ക് നമ്മൾ UGയുടെ കാര്യമായിട്ട് നോക്കുന്നത്. UGക്ക് അറൌണ്ട് 70,000 സീറ്റ്സ് ആണ് DUയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ നിങ്ങളുടെ CUT UG, അതായത് CUT UG എക്സാം ആണ് ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ. അതിനുശേഷം പിന്നെ എന്തുണ്ടാവും? കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ചില കോളേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസും ഉണ്ട്. നോർത്ത് ക്യാമ്പസിലെ ഫേമസ് ആയിട്ടുള്ള കോളേജ് ഏതൊക്കെയാ? ഹിന്ദു കോളേജ്, സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ഹൻസ്രാജ് കോളേജ്, കിറോറിമാൽ കോളേജ്, മിറാൻഡ ഹൗസ്, അത് വിമൻസ് കോളേജ് ആട്ടോ. മിറാൻഡ ഹൗസ് പറഞ്ഞാൽ എന്താണ്? വിമൻസ് കോളേജ് ആണ്. ഹിന്ദു കോളേജ് ആർട്സ് ആൻഡ് സയൻസിനാണ് കുറെ കൂടി നല്ലത്. ആൻഡ് സെന്റ് സ്റ്റീഫൻസ് കോളേജ് എന്താ? ഹ്യൂമാനിറ്റീസിനും സയൻസിനും കുറെ കൂടി നല്ലതാണ്. ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിനായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കോളേജാണ്. ഹൻസ്രാജ് കോളേജ് എന്താടാ? സയൻസ് ആൻഡ് കൊമേഴ്സ് ആണ്. കിറോറിമാൽ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് ആണ്. മിറാൻഡ ഹൗസ് വിമൻസ് കോളേജ് ആണ്. അതേപോലെ തന്നെ സൗത്ത് ക്യാമ്പസിലേക്ക് വരികയാണെങ്കിൽ ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൻ, അതൊരു വിമൻസ് ഓൺലി ക്യാമ്പസ് ആണ്. അത് ഹ്യൂമാനിറ്റീസിനാണ് ഫേമസ് ആയിട്ടുള്ളത്. ശ്രീ വെങ്കടേശ്വര കോളേജ് സയൻസ് ആണ്. ആത്മാറാം സാന്തൻ ധർമ്മ കോളേജ് കൊമേഴ്സ് ആൻഡ് സയൻസ് ആണ്. ജീസസ് ആൻഡ് മേരി കോളേജിലെ ഹ്യൂമാനിറ്റീസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജാണ്. ഈ കോളേജുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ഇനി ശ്രദ്ധിക്കണേ, നമുക്കറിയാം, അതായത് ഇവിടെ മെയിൻ ആയിട്ട് ഹ്യൂമാനിറ്റീസിനും സയൻസിനും കൊമേഴ്സിനും ഇവിടെ ഫേമസ് ആയിട്ട് ചില കോഴ്സുകളുണ്ട്. അത് ഏതൊക്കെ കോഴ്സുകളാണ്? DUവിൻ്റെ അണ്ടറിൽ ഓരോ സ്ട്രീമിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ കൊടുക്കുന്ന കോഴ്സുകൾ ഏതൊക്കെ എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. അതായത് BA ഹോണേഴ്സ് ഹിസ്റ്ററിയുടെ BA ഹോണേഴ്സിന് ഇവിടെ അടിപൊളിയാണ്. അതുപോലെ പൊളിറ്റിക്കൽ സയൻസിന് ഹോണേഴ്സിന് ഇവിടെ അടിപൊളിയാണ്. ഇംഗ്ലീഷ് BA ഹോണേഴ്സ് അടിപൊളിയാണ്. സൈക്കോളജി, സോഷ്യോളജി, പിന്നെ ജോഗ്രഫി, എക്കണോമിക്സ്, ഹിന്ദി, ഫിലോസഫി പോലെയുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾക്ക് DU അടിപൊളിയായി കേട്ടോ. നമ്മൾ കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ BCom ആൻഡ് BCom ഹോണേഴ്സ് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? DUവിൻ്റെ അണ്ടറിലുള്ള പല കോളേജുകളും കൊടുക്കുന്നുണ്ട്. സയൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ BSc ഹോണേഴ്സ് ഫിസിക്സ്, BSc ഹോണേഴ്സ് കെമിസ്ട്രി, BSc ഹോണേഴ്സ് മാത്സ്, BSc ഹോണേഴ്സ് സുവോളജി, BSc ഹോണേഴ്സ് ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റി, ലൈഫ് സയൻസ്, ഇതേപോലുള്ള സയൻസ് സ്ട്രീമിലുള്ള സബ്ജക്റ്റുകൾക്കും ഇവിടെ എന്താണ്? അത്യാവശ്യം നല്ല അടിപൊളിയാണ്. ഇനി ഇവിടുത്തെ ഒരു ഫീസ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു എക്സാക്ട് ഫീസ് അല്ല, ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു ഫീസാണ്. BA പ്രോഗ്രാമിന് ആനുവൽ ഫീസ് 12,000 to 20,000 ആണ്. BA ഹോണേഴ്സ് ആണെങ്കിൽ 12,000 to 25,000 ഇടയിലാണ് വരിക. BCom ആണെങ്കിൽ 15,000 to 25,000 ആണ്. BCom ഹോണേഴ്സ് ആണെങ്കിൽ 15,000 to 30,000 വരും. BSc ആണെങ്കിൽ 18,000 to 35,000 ആണ്. CS-ന് 25,000 to 45,000 ഉണ്ട്. BTech ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു കോളേജിൻ്റെ എക്സാം എടുക്കുകയാണെങ്കിൽ 2026 ഒരു അക്കാഡമിക്കുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ദയാൽ സിംഗ് കോളേജിൽ BA ഹോണേഴ്സിന് പെർ ഇയർ വരുന്ന ഫീസ് 17,000 ആണ്. BCom-ന് 18,000ഉം BScക്ക് 19,000ഉം ആണ് വരുന്നത്. അപ്പം ആ ഒരു ലെവലിലുള്ള ഫീസ് സ്ട്രക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെയുള്ള കോളേജുകൾ പ്രതീക്ഷിക്കുക. ഇനി ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മിക്കവാറും നമുക്ക് വേണ്ടി വരും. ഗേൾസ് ഹോസ്റ്റൽ ആണെങ്കിൽ 60 to 1,20,000ഉം ബോയ്സ് ഹോസ്റ്റൽ ആണെങ്കിൽ 50 to 1,00,000ഉമാണ് ഒരു എന്ത് വരിക? ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കോളേജ് ഹോസ്റ്റലിൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചിലപ്പോൾ PG പേയിങ് ഗസ്റ്റ് ആയിട്ട് റൂം ഷെയറിംഗ് ഒക്കെ ആയിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ താമസിക്കാറുണ്ട്. ഇനി ഇവിടുത്തെ DUവിലെ മോസ്റ്റ് പോപ്പുലർ കോഴ്സ്, ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന എല്ലാത്തിനും കൂടി എടുക്കുന്ന കോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ BCom ഹോണേഴ്സ് നല്ല ഡിമാൻഡ് ഉള്ളതാണ്. BA ഹോണേഴ്സ് എക്കണോമിക്സ് നല്ല ഡിമാൻഡ് ഉണ്ട്. BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, BA ഹോണേഴ്സ് ഇംഗ്ലീഷ്, BA ഹോണേഴ്സ് ഹിസ്റ്ററി, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc മാത്തമാറ്റിക്സ്, ഇതിനൊക്കെ ഇവിടെ എന്തുണ്ട്? നല്ല ഡിമാൻഡ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എന്തിനാണ് വൈ വി ഹാവ് ടു ചൂസ് ഇൻ DU? എന്ത് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം? ചില അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? എക്സലൻറ്റ് പ്ലേസ്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് ഇവിടെയുള്ള ടോപ്പ് കോളേജ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള ചാൻസ് എന്താണ്? വളരെ കൂടുതലായിട്ടോ. നിങ്ങൾ ഇവിടുത്തെ എക്സലൻ്റ് ആയിട്ടുള്ള കോളേജ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി, നല്ല പ്ലേസ്മെൻറ്റ് ഉണ്ട് ഇവിടെ. ആൻഡ് അഫോർഡബിൾ ഫീസ്, അതായത് ബാക്കിയുള്ള പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെയും കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ആ ഒരു ഫീസ് സ്ട്രക്ചർ തന്നെ ഇവിടെയും വരുന്നുള്ളൂ. പിന്നെ സ്ട്രോങ് അലൂമിനി നെറ്റ്വർക്ക്, ഇവിടെ പഠിച്ചവരൊക്കെ എന്താ? അടിപൊളിയായിട്ടുള്ള ആളുകളാണ്. വലിയ വലിയ കമ്പനി വർക്ക് ചെയ്യുന്ന
ചെയ്യുന്ന ആളുകൾ. അപ്പം ഇവിടെ പഠിച്ചാൽ എന്ത് ചെയ്യും, കുറേയൊക്കെ സെറ്റ് ആവും കേട്ടോ. പിന്നെ വൈഡ് വെറൈറ്റി ഓഫ് UG കോഴ്സ്, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എന്തുണ്ട്, UG കോഴ്സ് ഉണ്ട്. നാഷണൽ ലെവൽ റെപ്യൂട്ടേഷൻ, വലിയൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള റെപ്യൂട്ടേഷൻ ഉള്ളതാണ് എന്ത് DU എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്യാമ്പസ് ലൈഫും നല്ല സോഷ്യൽ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് പഠനം മാത്രമല്ല, കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യും, DU ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ UPSC, CAT, CUT, PG അങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ബെസ്റ്റ് അറ്റ്മോസ്ഫിയറും ഇവിടെയുണ്ട് കേട്ടോ. നിങ്ങൾ CUT, PG, അതുപോലെ CAT, അതേപോലെ തന്നെ UPSC പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ബെസ്റ്റ് അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതേപോലെ ഇനിയും ഒരുപാട് യൂണിവേഴ്സിറ്റീസും കോളേജും റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു യൂട്യൂബ് ചാനലോട് അറിയിക്കുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.